വിവാദത്തിൽ ഡിഡിയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന് കോടതി ഉത്തരവ് സർക്കാർ വിശദീകരണം കേട്ട ശേഷം ആയിരിക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ഒപ്പം നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശും. ആദ്യം അഡ്വക്കേറ്റ് CN പ്രകാശ്, ഏതെങ്കിലും തരത്തിൽ ഇത് സർക്കാരിനുള്ള ഒരു വിമർശനം കൂടിയാണോ? നിർബന്ധിത ഇടപെടൽ എന്തിന് നടത്തി എന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് വരുമ്പോൾ, അതോ സർക്കാരിന്റെ വിശദീകരണം കേട്ട ശേഷം ഈ കാര്യം വിശദമായി പരിശോധിക്കാം എന്നുള്ളൊരു നിലപാടാണോ കോടതി സ്വീകരിച്ചിരിക്കുന്നത്? അങ്ങനെ പറയാൻ കഴിയില്ല. സർക്കാരിന്റെ നിലപാടിനുള്ള തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയിട്ടുള്ള ആ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നാണ് സ്കൂളിന്റെ മാനേജ്മെന്റ്, സെൻട്രൽ ക്ലാസ് സ്കൂളിന്റെ മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം ഇന്ന് അംഗീകരിച്ചില്ല. അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം നിരസിക്കുകയാണ് ഉണ്ടായത്. ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് ഇതിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയ ശേഷം ഈ ഹർജി 24-ാം തീയതി, അതായത് വെള്ളിയാഴ്ച പരിഗണിക്കാനാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഹർജി തള്ളി എന്ന് പറയാൻ കഴിയില്ല. അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം മാത്രമാണ് തള്ളിയിട്ടുള്ളത്. സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും പൂർണ്ണമായി തള്ളിയിട്ടില്ല. അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് തള്ളിയിട്ടുള്ളത്. ഈ CBSE സ്കൂളുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന്, സംസ്ഥാന സർക്കാരിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും നേരിട്ട് ഇടപെടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു നിയമപ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിൽ സർക്കാരിനോട് വിശദീകരണം തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം കേട്ട ശേഷമായിരിക്കും വിശദമായി വാദം ഈ ഹർജിയിൽ കേൾക്കുക. CN പ്രകാശ്, അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണ് എന്നതടക്കമുള്ള വിഷയങ്ങളൊക്കെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് ഉയരുകയൊക്കെ ചെയ്തിരുന്നു. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടത്തുകയുണ്ടായോ? അതോ 24-ാം തീയതി പരിശോധിച്ച ശേഷമായിരിക്കും, അങ്ങനെയാണോ കരുതേണ്ടത്? ഇക്കാര്യത്തിൽ പൂർണ്ണമായും കാര്യങ്ങൾ തീരുമാനിക്കുക ഈ CBSE സ്കൂളുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ ഉത്തരവിലൂടെ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുമോ എന്ന കാര്യമാണ് പരിശോധിക്കുക. അത് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ ഹർജിയിൽ അന്തിമമായ ഒരു തീരുമാനം ഹൈക്കോടതി കൈക്കൊള്ളുക. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഏതായാലും ഇതിൽ ഡിഡിയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല എന്ന ഒരു വിവരമാണുള്ളത്. പക്ഷേ കോടതി മറ്റേതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ 24-ാം തീയതി ഇത് CBSE സ്കൂളുകളുടെ കാര്യത്തിൽ സർക്കാരിന് എത്രത്തോളം ഇടപെടാൻ കഴിയും എന്ന വിഷയമായിരിക്കും. അതിനാണ് പ്രഥമ പരിഗണന. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങളിൽ ഒരുപക്ഷെ കോടതി എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുമോ എന്നറിയാൻ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നു. ആജ്ഞ, സ്കൂളിന് ഒരു തിരിച്ചടിയായി ഇത് വിലയിരുത്താമോ? ഒരു അടിയന്തര സ്റ്റേ ഇല്ല, അത് സർക്കാരിന്റെ വാദം കേൾക്കട്ടെ എന്ന് പറയുന്നതൊന്നുണ്ട്. അതോടൊപ്പം തന്നെ CBSE സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നിർബന്ധിത ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാമോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമുണ്ടോ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന്? അപർണ, സ്കൂളിനൊരു തിരിച്ചടിയായി എന്ന് ഈ വിഷയത്തിൽ പറയാൻ കഴിയില്ല. അതായത് അതേസമയം സ്കൂളിന്റെ ആവശ്യം DD ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തര സ്റ്റേ അനുവദിക്കാൻ ഇപ്പോൾ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. കോടതി ഇപ്പോഴും സർക്കാരിന്റെ ഭാഗമാണ്, സർക്കാരിനെതിരായിട്ടുള്ള ഹർജിയാണ്. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഇതിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. DDയുടെ പരാമർശങ്ങൾ, അതായത് കണ്ടെത്തലുകൾ പലതും വാസ്തവവിരുദ്ധമാണ്, വസ്തുതാവിരുദ്ധമാണ് എന്ന് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ആരോപണം. അങ്ങനെ തന്നെയാണ്. അതായത് ഈ കുട്ടി ഹിജാബുമായി ധരിച്ച് സ്കൂളിൽ എത്തിയപ്പോൾ സ്കൂളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നിന്നും ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു. അത് DDയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നുള്ള വിവരങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. അതേസമയം DD വസ്തുതാവിരുദ്ധമായിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കാതെയാണ് AEOയുടെ റിപ്പോർട്ട്, അതല്ലെങ്കിൽ AEO വാസ്തവവിരുദ്ധമായ ഒരു റിപ്പോർട്ട് നൽകിയത്. അത് അപ്പടി DD വിഴുങ്ങുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ ആയിരുന്നു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതും. അത് ആ സമയത്ത് തന്നെ, അതായത് ഹൈബിയുടെ MP ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നത് അനുരഞ്ജന ചർച്ചയിലൂടെ കുട്ടി സ്കൂളിലെ ഹിജാബ് ധരിച്ച് വരാൻ തയ്യാറാണ് എന്ന് പിതാവ് വരെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി കോംപ്രമൈസ് ചെയ്ത് അവർ പോയതുമാണ്. വീണ്ടും അന്ന് വൈകുന്നേരം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഈ സ്കൂളിനെതിരെ നടത്തിയ ഈ വിമർശനമാണ് വീണ്ടും ഈ പ്രശ്നത്തിലേക്ക്, വീണ്ടും ആ പ്രശ്നം ആളിക്കത്താനുള്ള സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്ന് വേണം പറയാൻ.
അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും എങ്ങനെയെങ്കിലും അത് ഒത്തുതീർപ്പാകിൽ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞിരുന്നെങ്കിലും ഡിഡിയുടെ ഉത്തരവ് ഇത്തരത്തിൽ ഹിജാബ് ധരിച്ച് സ്കൂളിലെത്താൻ കുട്ടിയെ അനുവദിക്കണമെന്നായിരുന്നു ഡിഡിയുടെ നിർദ്ദേശം. അങ്ങനെയായിരുന്നു. ആ നിർദ്ദേശം പാലിക്കാൻ കഴിയില്ല. ആ നിർദ്ദേശത്തിന് അടിയന്തരമായി സ്റ്റേ വേണമെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് കോടതിയിൽ അറിയിച്ചത്. അടിയന്തരമായി, അതായത് ഇൻട്രീം സ്റ്റേ നൽകാൻ കഴിയില്ല, ഇടക്കാല ഉത്തരവ് ആ കാര്യത്തിൽ നൽകാൻ കഴിയില്ല. അതേസമയം സ്കൂളിലെ പ്രശ്നങ്ങൾ, അതായത് CBSE സ്കൂളാണ്. CBSE സ്കൂളിന്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാനുള്ള സാഹചര്യങ്ങളുണ്ടോ, അതിനുള്ള നിയമമുണ്ടോ, സാധ്യതകളുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് നൽകിയ ശേഷം വെള്ളിയാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും. അതിനുശേഷം ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ സ്റ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിഗണനയുണ്ടാകും. അപ്പോഴും ഈ കുട്ടി ഇനി ഈ സ്കൂളിൽ മാനസികമായിട്ട് ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇനി ഈ സ്കൂളിലേക്ക് വരുന്നില്ല, ഈ TC വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർക്കുമെന്നുള്ള നിലപാടാണ് പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ അടിയന്തര സ്റ്റേ ഇല്ല എന്നുള്ള ഒരു വിഷയം നിൽക്കുന്നത് കൊണ്ട് കുട്ടി സ്കൂളിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? സ്കൂൾ അധികൃതർ പോലും പലപ്പോഴും പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ചില പുറത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു വലിയ വീണ്ടും ഒരാശയക്കുഴപ്പത്തിലേക്കും വിഷയത്തിലേക്കും എത്തുകയും ചെയ്യും. അതിനുള്ള സാധ്യതയുണ്ടോ? അപ്പം നമുക്കറിയാം, തുടക്കം മുതലേ ഈ പ്രശ്നം സ്കൂളിൽ, അതായത് കുട്ടി ഹിജാബ് ധരിച്ചെത്തുന്നു, ഗേറ്റിന് പുറത്ത് വെച്ചിട്ട് അധ്യാപകർ തടയുന്നു, ഹിജാബ് അഴിപ്പിച്ച ശേഷം സ്കൂളിലേക്ക് കുട്ടിയെ കയറ്റുന്നു. ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 2-3 തവണ കുട്ടി സ്കൂളിനുള്ളിൽ ഹിജാബ് ധരിച്ച് ആർട്സ് ഡേ ഉൾപ്പെടെ അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളും വീഡിയോകളും അവരുടെ കയ്യിലുണ്ട്. അതായത് സ്കൂളിൽ നിന്നും കുട്ടിയെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് പ്രധാന പരാമർശം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് ആവർത്തിച്ച് പറയുന്നതും. അതേസമയം സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം പാലിച്ച് വരണം എന്ന് തന്നെ മാതാപിതാക്കളോട് പല തവണയായി സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പാലിച്ചില്ല. അതേസമയം അപർണ സൂചിപ്പിച്ചതുപോലെ ചില ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. SDPIയുടെ പ്രതിനിധിയാണ് എന്നറിയിച്ചുകൊണ്ട് തന്നെയാണ് സ്കൂളിൽ പുറത്തുനിന്നും ചില ആളുകൾ വന്ന് ബഹളം വയ്ക്കുന്ന സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ വിഷയം പോകുന്നു എന്നൊരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് സ്കൂൾ അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. സ്കൂൾ അടച്ചിട്ട ശേഷം പിന്നീട് അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ, സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നു. ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം കോടതി തന്നെ ലോ ആൻഡ് ഓർഡർ പാലിക്കണമെന്ന് തന്നെ നിർദ്ദേശം വയ്ക്കുകയും, അതായത് 2018 ഹൈക്കോടതി നിയമം അനുസരിച്ച് സ്കൂൾ മാനേജ്മെൻറ്റിന് അവരുടെ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ, കുട്ടികളുടെ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ, മറ്റ് നിയമങ്ങളൊക്കെ സ്കൂൾ മാനേജ്മെൻറ്റിന് ഡിസൈഡ് ചെയ്യാം എന്നൊരു നിയമം 2018 സമാനമായ വിധി 2022 കർണാടക ഹൈക്കോടതി ഇറക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ പ്രവർത്തിക്കണമെന്ന് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. മാത്രമല്ല, സ്കൂൾ അധികൃതർക്ക് ആവശ്യപ്പെട്ടാൽ സ്കൂളിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അനുരഞ്ജന ചർച്ച നടക്കുന്നത്. കുട്ടിയുടെ പിതാവ് ഇതിനെ ഒരു പ്രശ്നത്തിലേക്ക്, വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ പ്രശ്നത്തെ മാറ്റുന്നില്ല. കുട്ടി ഈ പറഞ്ഞതുപോലെ തൻ്റെ കുട്ടി ഹിജാബ് ധരിക്കാതെ തന്നെ സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് കോംപ്രമൈസിലേക്ക് പോവുകയും ചെയ്തതാണ്. തുടർന്നാണ് ഈ DDയുടെ റിപ്പോർട്ട് വിവാദത്തിലാവുന്നതും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലൊരു പരാമർശം നടത്തുന്നതും അതിനുശേഷമാണ് ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ പ്രശ്നം ആളിക്കത്തുന്ന തരത്തിലേക്കും SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഈ സർക്കുലർ ഇറക്കണം, അതായത് എല്ലാ സ്കൂളിലും ഹിജാബ് ധരിച്ചെത്താൻ എന്നുള്ള സർക്കുലർ ഇറക്കണമെന്നുള്ള ആവശ്യവുമായി SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയതും ആ ഒരു സാഹചര്യത്തിലാണ്. അതിൽ വീണ്ടും ഇത്തരത്തിൽ, അതായത് ഈ പറയുന്നത് പോലെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നു, സമുദായ ധ്രുവീകരണം ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കൃത്യമായ അവരുടെ നിലപാട് പറയുന്നുണ്ട്. യൂണിഫോമിൻ്റെ കാര്യത്തിലാണ്, അതായത് കുട്ടികൾ, അത് യൂണിഫോം എന്ന് പറയുന്നത് തന്നെ ഒരുതരം ഈക്വൽ സമത്വം എന്നുള്ളതിൻ്റെ മെസ്സേജ് തന്നെയാണ്. എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവരുടെ ബയോയിൽ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്.